ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഉധി മഹാത്മ്യം. ബാബയുടെ മുന്നിൽ സദാ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നികുണ്ഡമുണ്ട്. അവിടുന്ന് അതിൽ വിറകുകളും മറ്റുമിട്ട് കത്തിച്ചുകൊണ്ടിരിക്കും. ഭക്തരുടെ പ്രാരബ്ധ ദുഃഖങ്ങളെയാണ് ബാബ അതിൽ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ ചിലരോട് ദക്ഷിണ ചോദിച്ചു വാങ്ങും. ഇക്കാര്യം എല്ലാവർക്കും അറിയാം. ആ ധനം അവിടുന്ന് ദരിദ്രർക്കും ദുർബലർക്കും നൽകി ബാക്കി ഉണ്ടായാൽ വിറക് വാങ്ങും. ഇവ ധുനിയിൽ എരിക്കാനുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഉതി ഭസ്മം ഭക്തന്മാർക്ക് തൃക്കയ്യാലെ കൊടുക്കുന്നു. ഉതി കൊടുക്കാതെ വെറും കൈയോടെ ബാബ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. എന്താണ് ഉദിയുടെ പ്രത്യേകത? രാപകലില്ലാതെ ധുനി എരിച്ചുകൊണ്ടിരുന്നത് എന്തിന്? ഈ നിത്യാനുഷ്ഠാനം എന്തിനാണ്? ഈ ലോകത്തിലെ സകലതും ഇതുപോലെ ക്ഷണികം, ഒരു പിടിച്ചാരം. സുന്ദരമെന്ന് നാം കരുതുന്ന ഈ ശരീരം പോലും ഒരു തടിക്കഷ്ണം പോലെ മാത്രം. കുറച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കാനായി ശരീരം കിട്ടി, അത്രമാത്രം. അത് കഴിഞ്ഞാൽ ഇതും കത്തിച്ചാമ്പലാകും. ഇതെല്ലാവർക്കും ബാധകം. ഇക്കാണുന്ന ലോകം മായ, സത്യം ഈശ്വരൻ മാത്രം. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. നാം ആരാണ്? ആർക്കുള്ളതാണ്? ഭാര്യ, പുത്രന്മാർ, മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ ഇവരെല്ലാം സ്വപ്ന സദൃശ്യരല്ലേ? നാം ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് തന്നെ ഈ ലോകം വിട്ടൊഴിയും. ഇങ്ങനെ വിവേകത്തിലും വിജ്ഞാനത്തിലും അധിഷ്ഠിതമായ സന്ദേശമാണ് ഉദിയിലൂടെ ബാബയേകുന്നത്. വിവേകവും വിജ്ഞാനവും ഇല്ലാതെ സംസാര നദി കടക്കുവാനും സാധ്യമല്ല. ഇരവ് പകൽ മസ്ജിദിൽ ധുനി കത്തിക്കൊണ്ടിരുന്നു. ഭക്തന്മാർ യാത്രാനുമതി ചോദിക്കുമ്പോൾ അവിടുന്ന് ഉതി നൽകി അനുഗ്രഹിക്കും. ചിലപ്പോൾ തൃക്കരത്താൽ വിഭൂതി തൊടുവിക്കും. മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ ഉദിയാൽ മാറിയിട്ടുണ്ട്. ചില സമയം സായീശ്വരൻ ആനന്ദമഗ്നായി പാടുന്നത് കേൾക്കാം. രമതേ രാമാവോ ജി ആവോ ജി, ഉദിയാം കി ഗോനിയാം ലാവോ ജി. അല്ലയോ ആനന്ദപ്രദനായ രാമ, വന്നാലും വന്നാലും ചാക്ക് കണക്കിന് വിഭൂതി തന്നാലും. ആധ്യാത്മിക വശം പോലെ തന്നെ ഭൗതികമായ ഐശ്വര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും ഉതി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഉതി നേടിത്തന്ന ലൗകിക നേട്ടങ്ങളെ കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ അതിനൊരു അന്തവുമില്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ കേൾക്കാം. ബാബയുടെ ഭക്തന്മാരിൽ ഒരാളായിരുന്നു മോട്ടി രാം നാരായൺ ജാനി, ഗുജറാത്തി ബ്രാഹ്മണൻ, ഗൃഹസ്ഥൻ. ഒരിക്കൽ അമ്മയുമായി നാരായൺ ജാനി ഷിർദിയിലെത്തി. ദർശന സമയത്ത് ബാബ അരുളി, ഇനി ഈ സേവനം നിർത്തൂ, സ്വന്തമായി എന്തെങ്കിലും ചെയ്യുക. തിരിച്ചു നാട്ടിലെത്തി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാബയുടെ വാക്കുകൾ സത്യമായി തീർന്നു. നാരായൺ ജാനി ജോലി രാജിവെച്ചു. ആനന്ദാശ്രമം എന്ന പേരിൽ ഒരു ഹോട്ടൽ തുടങ്ങി. നാരായൺ ജാനി കഠിനമായി അധ്വാനിച്ചു. കച്ചവടം പുരോഗമിച്ചു. അതിന്റെ ഫലമായി സ്ഥാപനം പ്രശസ്തമായി. കാര്യങ്ങളെല്ലാം ബാബ പറഞ്ഞതുപോലെ സംഭവിച്ചു. അതോടെ ബാബയിലുള്ള വിശ്വാസവും ദൃഢമായി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സ്നേഹിതനെ തേൽ കുത്തി. അസഹ്യമായ വേദന കൊണ്ട് അയാൾ കഷ്ടപ്പെട്ടു. മുറിവിൽ ഉതി പുരട്ടിയാൽ ഭേദമാകുമെന്ന് നാരായൺ ജാനിക്ക് ഉറപ്പാണ്. ഉദിക്കായി എല്ലായിടവും അദ്ദേഹം തിരഞ്ഞു, കിട്ടിയില്ല. ബാബയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് ഉള്ളിൽ തട്ടി അയാൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടെ കത്തിക്കൊണ്ടിരുന്ന ചന്ദനത്തിരിയുടെ ചാരം കയ്യിലെടുത്ത് ഉതി എന്ന് സങ്കല്പിച്ചു. സായിയുടെ തിരുനാമം ജപിച്ചുകൊണ്ട് തേൽ കുത്തിയ ഭാഗത്ത് പുരട്ടി. ആ നിമിഷം തന്നെ വേദനയും പുകച്ചിലും നിലച്ചു. ഇരുവരും സായി തിരുനാമ മഹിമയോർത്ത് ആനന്ദാശ്രുക്കൾ ഒഴുക്കി. ബോംബെ ബാന്ദ്രയിലെ ഭക്തന്റെ അനുഭവം കേൾക്കൂ. അദ്ദേഹത്തിന്റെ മകൾ താമസിക്കുന്നത് ദൂരെ ഒരു ഗ്രാമത്തിൽ. പുത്രിക്ക് പ്ലേഗ് ബാധിച്ചതറിഞ്ഞ് അദ്ദേഹം പരിഭ്രാന്തിയിലായി. കയ്യിൽ ബാബയുടെ ഉദിയുമില്ല. ഈ ദുരവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബാബയോട് പ്രാർത്ഥിക്കണേ, കുറച്ച് ഉതി ഉടൻ കൊടുത്തുവിടണേ എന്ന സന്ദേശം അദ്ദേഹം ഉടൻ നാനയെ അറിയിക്കാൻ ആളെ വിട്ടു. സന്ദേശവുമായി പോയ ആൾ നാനയെ വഴിയിൽ കണ്ടുമുട്ടി. കൂടെ നാനയുടെ ഭാര്യയുണ്ട്. വിവരമെല്ലാം നാനയോട് പറഞ്ഞു. നാനയുടെ കയ്യിൽ അപ്പോൾ ഉതിയില്ല, തീർന്നു പോയിരിക്കുന്നു. ഉടൻ നാന നിലത്തുനിന്ന് ഒരു നുള്ള് പൂഴിയെടുത്ത് ബാബയോട് ഹൃദയംഗമമായി പ്രാർത്ഥിച്ചു. അതിനുശേഷം രോഗശമനം വരുത്തണേ എന്ന അപേക്ഷയോടെ ആ പൂഴി ഭാര്യയുടെ നെറ്റിയിൽ തൊടുവിച്ചു. ബാന്ദ്രയിലെ ഭക്തൻ തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ കണ്ടത് മകൾ സുഖപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹം സന്തുഷ്ടനായി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. എപ്പോഴാണോ നാന പൂഴിയെടുത്ത് ഉദിയെന്ന് സങ്കല്പിച്ച് ഭാര്യയെ തൊടുവിച്ചത്, ആ നിമിഷം മുതൽ പെൺകുട്ടിയിൽ രോഗലക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങി. നാസിക്കിലെ മലികാവോണിലെ ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകന് ഒരു പ്രത്യേക രോഗം ബാധിച്ചു, അസ്ഥിപുണ്ണ്. തീക്ഷ്ണമായിരുന്നു രോഗം. ഡോക്ടറും അദ്ദേഹത്തിന്റെ സുഹൃത്തായ മറ്റൊരു ഡോക്ടറും കൂടി ആലോചിച്ച് പല മരുന്നും ചെയ്തു. ഒരു ഫലവും ഉണ്ടായില്ല. പിന്നീട് നാടൻ ചികിത്സകൾ പരീക്ഷിച്ചു. ഒടുവിൽ ചെറിയൊരു ശസ്ത്രക്രിയയും ചെയ്തു നോക്കി. രോഗശമനം തെല്ലുപോലും ഉണ്ടായില്ല. ചെറുപ്പക്കാരനായ രോഗിയുടെ അസഹ്യവേദന കണ്ടു നിൽക്കാൻ പോലും ബന്ധുജനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. രോഗശാന്തിക്കായി എല്ലാവർക്കും ഒടുവിൽ ഒന്നേ പറയുവാനുണ്ടായിരുന്നു, ഭഗവാനെ ആശ്രയിക്കുക, ഇനി അതേ ഗതിയുള്ളൂ. അവർ വഴിപാടുകൾ ചെയ്തു. പരദേവതകൾ പ്രസാദിച്ചു. അങ്ങനെ ഷിർദിയെക്കുറിച്ച് കേൾക്കാനും സായീശ്വരനെ കുറിച്ച് അറിയാനും ഇടയായി. ദർശനമാത്രയിൽ രോഗത്തെ ആട്ടിയകറ്റാൻ കഴിവുള്ളവനാണ് ബാബ എന്നവർ കേട്ടു. അവർ ഉടനെ യുവാവുമായി ഷിർദിയിലേക്ക് യാത്രയായി.
അവർ മസ്ജിദിലെത്തി ദർശനം നടത്തി തിരുമുന്നിലെത്തി. യുവാവിന്റെ ക്ലേശങ്ങൾ വിവരിച്ചു. ബാബ, വേദന കൊണ്ട് പുളയുകയാണ് കുട്ടി. ഈ ദുരിതം കാണാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയവുമില്ല. അവിടുത്തെ കൃപയ്ക്ക് വേണ്ടിയാണ് ഈ ദൂരം അത്രയും താണ്ടി ഞങ്ങൾ വന്നത്. ഉപേക്ഷിക്കരുതേ, ഇവനെ രക്ഷിക്കണേ. സായിശ്വരൻ എല്ലാം കേട്ടു. ഭാവഗംഭീരമായ സ്വരത്തിൽ അവിടുന്ന് അരുളി, ഭയക്കണ്ട. ഈ മസ്ജിദിൽ അഭയം തേടുന്നവർക്ക് ആർക്കും ലോകാവസാനം വരെ ഒരു ദോഷവും വരില്ല. ഇനി ഒട്ടും വിഷമം വരുത്. ഈ ഉതി കുട്ടിയുടെ വ്രണങ്ങളിൽ പുരട്ടു. 8 നാൾക്കകം അതിന്റെ ഫലം ലഭിക്കും. ഈശ്വരിൽ ഉറച്ചു വിശ്വസിക്കൂ. ഇത് സാധാരണ സ്ഥലമല്ല, വെറുമൊരു മസ്ജിദല്ല, സാക്ഷാൽ ദ്വാരക തന്നെ. ഇവിടെ വരുന്നവന്റെ നഷ്ടപ്പെട്ട ആരോഗ്യവും ക്ഷേമവും തിരിച്ചു ലഭിക്കും. സമാധാനമായിരിക്കൂ, നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ബാബയുടെ കൽപ്പന പ്രകാരം യുവാവിന്റെ തിരുസന്നിധിയിലിരുത്തി യോഗീശ്വരനായ ബാബ തൃക്കണ്ണുകൊണ്ട് അവനെ ഒഴിഞ്ഞു. പിന്നീട് തൃക്കരത്താൽ അവന്റെ കാലിൽ തലോടി. അതോടെ അവന് ആശ്വാസം അനുഭവപ്പെട്ടു തുടങ്ങി. മനസ്സിൽ സന്തോഷം നിറഞ്ഞു. 4 ദിവസം അവർ അവിടെ തങ്ങി. രോഗം ശമിച്ചു തുടങ്ങി. പിന്നീട് അവർ ബാബയുടെ അനുവാദത്തോടെ യുവാവിനെയും കൊണ്ട് തിരിച്ചുപോയി. അസുഖമുള്ള ഭാഗത്ത് അവർ ഉതി പുരട്ടിക്കൊണ്ടിരുന്നു. ഉതി ജലത്തിൽ കലക്കി തീർത്ഥമായി സേവിക്കാനും കൊടുത്തു. ഏതാനും ദിവസമായപ്പോഴേക്കും വ്രണം കരിഞ്ഞു. ആരോഗ്യം വീണ്ടു കിട്ടി. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അമ്മാവനായ ഡോക്ടർക്ക് അത്യത്ഭുതം. ഇതെങ്ങനെ സാധ്യമാകും? വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് ഭസ്മം കൊണ്ട് സാധിക്കുന്നുവെന്നോ? എന്തായാലും ബാബയെ കാണുക തന്നെ. നേരിട്ട് സംശയവൃത്തി വരുത്താം. പക്ഷേ അതിനൊരുങ്ങിയപ്പോൾ പലരുടെയും വിമർശനങ്ങൾ കേട്ടു. നിങ്ങളെപ്പോലെ പഠിപ്പുള്ളവർ ഇതൊക്കെ വിശ്വസിക്കുന്നത് കഷ്ടം തന്നെ. ഡോക്ടറുടെ മനസ്സ് ഇളകിപ്പോയി. അദ്ദേഹം സായി ദർശനം വേണ്ടെന്ന് വെച്ചു. ഇക്കാര്യം ഓർമ്മിക്കുക, എല്ലാ നല്ല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാക്കാൻ ആരെങ്കിലും വരുമെന്ന് ഉറപ്പാണ്. അതിനാൽ അതിന് വഴിപ്പെടരുത്. സത്കാര്യം ചെയ്യാൻ തോന്നിയാൽ ആ നിമിഷം അത് ചെയ്യുക. ഡോക്ടർ സുഹൃതിയായിരുന്നു. സായി ദർശനം വേണ്ടെന്ന് കരുതി അദ്ദേഹം ബോംബെയിലേക്ക് പോയി. അന്ന് രാത്രി അദ്ദേഹം വളരെ സ്പഷ്ടമായി ഉറക്കത്തിൽ ഒരു ശബ്ദം കേട്ടു. ഇപ്പോഴും നിനക്ക് എന്നെ അവിശ്വാസമോ? 3 രാത്രികളിൽ ഈ ശബ്ദം ആവർത്തിക്കപ്പെട്ടപ്പോൾ ഡോക്ടർ വല്ലാതായി. ഇതിലെന്തോ കാര്യമുണ്ടെന്ന ചിന്തയും ഉണർന്നു. അദ്ദേഹത്തിന് ശ്രദ്ധയിൽ പോകണമെന്നായി. പക്ഷേ ഇപ്പോൾ പുതിയ പ്രശ്നം. അദ്ദേഹം ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ടൈഫോയിഡ് രോഗിക്ക് അസുഖം കുറവില്ല. രോഗിക്ക് രോഗശമനം ഉണ്ടായാൽ ശ്രദ്ധയിൽ പോകാമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. കുറച്ചു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും രോഗിക്ക് ആശ്വാസം കിട്ടിത്തുടങ്ങി. അങ്ങനെ ഡോക്ടർ ശ്രദ്ധയ്ക്ക് പുറപ്പെട്ടു. ബാബാ ദർശന മാത്രയിൽ തന്നെ ഡോക്ടറുടെ ഹൃദയം ആർദ്രമായി. അദ്ദേഹം ആ തൃപ്പാദത്തിൽ ശരണം തേടി. ബാബ അദ്ദേഹത്തിന്റെ ശിരസിൽ തൃക്കരം വെച്ച് അനുഗ്രഹിച്ചു. ഉതി നൽകി. ബാബയുടെ അചിന്ത്യ പ്രഭാവം ഡോക്ടറെ സമൂലം മാറ്റിമറിച്ചു. അദ്ദേഹം 4 നാൾ ആ പവിത്ര സന്നിധിയിൽ കഴിച്ചു. തിരിച്ചു നാട്ടിലെത്തി. 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഉദ്യോഗക്കയറ്റത്തോടെ വിജയപുരിയിലേക്ക് സ്ഥലം മാറ്റമായി. അദ്ദേഹം ബാബ ഭക്തനായി തീരുകയും ചെയ്തു. ഭഗവാൻ തന്നിലേക്ക് ഓരോരുത്തരെ അടുപ്പിക്കുന്നത് ഓരോ വഴിയിലൂടെയാണെന്ന് മാത്രം. ബോംബെയിലുള്ള ഒരു മാന്യന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമാകുമ്പോൾ വലിയ പ്രശ്നമായിരുന്നു. ഭയങ്കര വേദനയും പരിഭ്രാന്തിയും ഭയവും അവരെ കീഴ്പ്പെടുത്തും. ഈ അവസ്ഥയിലാണ് കല്യാണിലെ രാമമൂർത്തി എന്നൊരു ബാബ ഭക്തനെ ഇവർ പരിചയപ്പെട്ടത്. അദ്ദേഹം അവരോട് അടുത്ത പ്രസവം ഷിർഡിയിലാക്കാൻ നിർദ്ദേശിച്ചു. അവർ ഷിർഡിയിലേക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചെന്നു. ബാബയുടെ സാന്നിധ്യത്തിൽ താമസിച്ചു. അങ്ങനെ സന്തുഷ്ടരായി അവിടെ കഴിഞ്ഞുകൂടവേ പ്രസവകാലമെടുത്തു. അതോടെ ചെറിയ തോതിൽ ഉത്കണ്ഠയും ഉണ്ടായി. പ്രസവ സമയമായി. അവർക്ക് പതിവ് പോലെ വേദനയും ഉണ്ടായി. പ്രസവത്തിന് തടസ്സം അനുഭവപ്പെട്ടു. അവർ ബാബയോട് നിലവിളിയോടെ പ്രാർത്ഥനയും തുടങ്ങി. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ ഓടി മസ്ജിദിലെത്തി. ബാബയിൽ നിന്നും കുറച്ച് ഉതി വാങ്ങി തിരിച്ചെത്തി. ഉതി വെള്ളത്തിൽ കലർത്തി അവർ ഗർഭിണിക്ക് കുടിക്കാൻ നൽകി. അവർ അത് കഴിച്ചു. അതോടെ ആശ്വാസമായി. 5 നിമിഷം കഴിഞ്ഞപ്പോഴേക്കും വേദനയൊന്നുമില്ലാതെ അവർ പ്രസവിച്ചു. വിധിവശാൽ കുഞ്ഞ് ചാപിള്ളയായിരുന്നു. പക്ഷേ അവർ സുരക്ഷിതയും ഭയമകന്നവളുമായി. ഇങ്ങനെ ഉദിയുടെ മഹിമ എത്ര കീർത്തിച്ചാലാണ് മതിയാവുക? ഉദിയുടെ മഹിമ അനുപമം. അത് ഇരിക്കുന്നിടം ശാന്തിധാമം. വിശ്വാസത്തോടെ ഉതി നിത്യവും തീർത്ഥമാക്കി സേവിക്കുന്നവന്റെ എല്ലാ പാപങ്ങളും നശിക്കുന്നു. അവന് ആനന്ദവും സന്തോഷവും ലഭിക്കും. ആയുസ് വർദ്ധിക്കും. രോഗങ്ങൾ അകലും. ഓം തത്സത്.